നിങ്ങളെ കാണാത്തൊരു മറുപുറമുണ്ട്, അത് നിങ്ങളെ ആരും കാണിക്കില്ല. കാരണം ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർ അത്ര പവർഫുള്ളാണ്. നിങ്ങൾ അവരെ സഫർ ചെയ്യുന്ന ആൾക്കാരെ നിങ്ങൾ കാണിക്കില്ല. ഡ്രഗ്സ് ഉപയോഗിച്ച ഒരാൾ പോലും, ചരിത്രത്തിൽ ഒരാൾ പോലും നല്ല മരണം കണ്ടിട്ടില്ല. എവ്രിബഡി ഹാഡ് ദെയർ ഓൺ പ്രോബ്ലംസ്. വളരെ വളരെ അവരുടെ ഇന്റേണൽ ഓർഗൻസ് ഒക്കെ കൊറോഡ് ചെയ്ത് വളരെ പെയിൻഫുൾ ഡെത്ത്. മോർഫിൻ കൊടുത്താൽ പോലും നമുക്ക് പാലിയേറ്റീവ് കെയർ കൊടുക്കാൻ പറ്റാത്ത ചില സാഹചര്യങ്ങളും എനിക്കറിയാം. അതെന്റെ ജോലിയിൽ ഞാനിപ്പോൾ അധികം കണ്ടു തുടങ്ങുന്നുണ്ട്. അതുകൊണ്ടായിരിക്കാം എൻ്റെ അടുത്ത് ഇവിടുത്തെ ഒരു വളരെ സീനിയർ ഡോക്ടറാണ് ഒരു ദിവസം എന്നെ വിളിച്ചു പറഞ്ഞത്, ഇന്ന സ്ഥലത്ത് കുറെ കുട്ടികൾ ജോയിൻ ചെയ്ത് നിൽക്കുന്നു, അതിനിടയിൽ ഡ്രഗ്സ് ഉണ്ടോ എന്ന് പേടിയുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ വൺ ഓഫ് ദ മോസ്റ്റ് എമിനന്റ് ഡോക്ടേഴ്സ് ഓഫ് ദി സിറ്റി ഇമ്മീഡിയറ്റ്ലി, ഇൻഫാക്ട് ഞാൻ വിളിച്ചത് കമ്മീഷണറെയാണ്, മിസ്റ്റർ നാഗരാജ്. ബട്ട് അദ്ദേഹത്തിന് കോവിഡ് ആയിരുന്നു. സോ മിസ്റ്റർ ശശിധരൻ കെയിം. ഐ എം ഗ്ലാഡ് ഹി കെയിം. ഹി ഈസ് ആൻ എക്സലന്റ് ഓഫീസർ. അദ്ദേഹം ഇമ്മീഡിയറ്റ്ലി എന്നോട് പറഞ്ഞു, വി വിൽ ഡു വാട്ട് വി ക്യാൻ ആൻഡ് വി വിൽ ഡു ഇറ്റ്. ഇമ്മീഡിയറ്റ് ക്രാക്ക് ഡൗൺ തുടങ്ങി. ഞങ്ങൾ ഡ്രഗ് പെഡ്ലേഴ്സിനെയാണ് ആദ്യം നോക്കിയത്, കുട്ടികളെ മാത്രമല്ല. കുട്ടികളെ ഇതിലേക്ക് വഴിതിരിച്ചു വിടുന്ന ആൾക്കാരാണ് ഇതിൽ ഏറ്റവും ഡേഞ്ചറസ് എന്ന് പറയുന്നത്. പക്ഷേ നിങ്ങളിൽ ഓരോരുത്തരും ഒരു കാര്യം മനസ്സിലാക്കണം, നിങ്ങൾ ഈ ഡ്രഗ്സിലേക്ക് വീണ് കഴിഞ്ഞാൽ ദ ടൈം ഇസ് നോട്ട് ഫാർ വെൻ യു മേ ബിക്കം പെഡ്ലേഴ്സ് ഓൾസോ. കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ ശീലത്തിനെ കൊണ്ടു നടക്കണമെങ്കിൽ പൈസ വേണം. ആൺകുട്ടികളും പെൺകുട്ടികളും അവർ ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും അവർ ചെയ്യാൻ തയ്യാറാവും. കാരണം ദെയർ ബ്രെയിൻ ഇസ് നോട്ട് ഇൻ ദെയർ കമാൻഡ്. യാതൊരു കൺട്രോളും ഇല്ലാത്ത സൈഡിലേക്ക് ആ ബ്രെയിൻ പോകും. അവർക്ക് ഒരൊറ്റ കാര്യമേ വേണ്ടൂ, എനിക്കൊന്ന് പുകയ്ക്കണം, എനിക്കൊന്ന് ഇഞ്ചക്ഷൻ ചെയ്യണം. ഈ രീതിയിലുള്ളൊരു ഭയാനകമായ ഒരു ലൈഫ് ഇവരെ മുമ്പിലുണ്ടെന്നുള്ളത് നിങ്ങൾ ആരും കണ്ടിട്ടുണ്ടാവില്ല.